നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാർത്താ വിചാരത്തിലേക്ക് സ്വാഗതം. വാർത്തകളുടെ ഒരു സമഗ്രമായ അവലോകനമാണ് വാർത്താ വിചാരം. വാർത്തകൾ എന്ന് പറയുമ്പോൾ വളരെയധികം വാർത്തകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉരുൾപൊട്ടൽ തുടങ്ങി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരെ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ആർക്കാണെങ്കിലും വാർത്തകൾ എന്ന് പറയുന്നത് അറിയുവാനുള്ള ജിജ്ഞാസയോടുകൂടി കേട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകൾക്കുള്ളിലെ അന്തർധാരകൾ അടക്കമുള്ളവ വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരടക്കം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വാർത്താ വിചാരത്തിലേക്ക് നമ്മൾ കടക്കുന്നതും അതുകൊണ്ടാണ്. വാർത്തകളുടെ ഒരു സമഗ്രമായിട്ടുള്ള അവലോകനം ഇന്നത്തെ വാർത്താ വിചാരത്തിൽ നമുക്ക് മുമ്പിലുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളുണ്ട്, അമ്മയിലെ പൊട്ടിത്തെറികളുണ്ട്. അതിനപ്പുറം പി വി അൻവർ, അത് തന്നെ ഭരണകക്ഷിയുടെ തന്നെ MLA ആയിട്ടുള്ള പി വി അൻവർ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ളവ പാർട്ടിയെയും ഭരണകക്ഷിയെയും ഏതു തരത്തിലാണ് പിടിച്ചുലയ്ക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ വാർത്താ വിചാരത്തിൽ ഉൾപ്പെടുത്തി. ഇന്നത്തെ വാർത്താ വിചാരം പോകുന്നത് MR അജിത് കുമാറും ഒപ്പം അൻവറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലേക്കാണ്. നമുക്കറിയാം സി പി എം എന്ന് പറയപ്പെടുന്നത് ഒരു പുതുയുഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതുയുഗ മാറ്റത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഏകദേശം 1.5 പതിറ്റാണ്ട് നീണ്ട പാർട്ടി ഭരണവും തുടർന്ന് 1 പതിറ്റാണ്ട് നീണ്ട അല്ലെങ്കിൽ നീണ്ടുകൊണ്ടിരിക്കുന്ന പാർലമെൻ്ററി ഭരണവും പിന്നിട്ടുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അജയ്യനായ നേതാവ്, ആ നേതാവ് ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് കടക്കുമോ അതോ ഒരു സ്റ്റേറ്റ്സ്മാനായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് ഉത്തരം ലഭ്യമല്ല എങ്കിലും വരും കാലങ്ങളിൽ അത് ലഭിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. എന്നാൽ പാർട്ടിയിൽ എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന ഒരു സാഹചര്യം പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം പാർട്ടി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ സമ്മേളനങ്ങളാണ്. അതിനുശേഷം പിന്നീട് സംസ്ഥാന സമ്മേളനമാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെയൊക്കെ പാർട്ടി കോൺഗ്രസിലെത്താൻ ശേഷിക്കുന്നത് ഏതാനും മാസങ്ങൾ മാത്രമാണ് എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുമ്പോഴാണ് ഞാൻ മുന്നോട്ട് വെച്ച ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. അതായത് പിണറായി വിജയൻ എന്ന അജയ്യനായ നേതാവ് രാഷ്ട്രീയ വനവാസത്തിലേക്ക് കടക്കുമോ അതോ ഒരു സ്റ്റേറ്റ്സ്മാനായി സജീവ രാഷ്ട്രീയത്തിൽ തുടരുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു ശുദ്ധികലശം നടത്താൻ ആഗ്രഹിക്കുന്നവർ ചില ബോംബുകൾ ഇനിയും പൊട്ടിക്കുമെന്നുള്ളൊരു സൂചനകൾ നൽകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ കിംവദന്തികൾ അതൊക്കെ സാംസ്കാരിക കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം നിലമ്പൂർ MLA പി വി അൻവർ, ആ പി വി അൻവറിലൂടെ ഇപ്പോൾ മുഴങ്ങിയത് വെറുമൊരു സാമ്പിൾ വെളിക്കെട്ടാണ് എന്നും ഇതിലും വലുത് വരാനിരിക്കുന്നുണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് വെച്ചാൽ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മറ്റാരെക്കാളും നന്നായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് വെട്ടൊന്ന് മുറി 2 എന്ന സമീപനം കൈക്കൊള്ളാതെ പി ശശി ഉൾപ്പെടെയുള്ളവരെ, ആ വിശ്വസ്തരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കേരളം കാണുന്നത്. ഇവിടെ ഒരാളെ മാത്രമായി മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ശശിയെ മാറ്റിയാൽ ADGP MR അജിത് കുമാറിനെ മാറ്റേണ്ടി വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അദ്ദേഹത്തെ മാറ്റിയാലോ അത് സുജിത് ദാസിലേക്കും എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഇത് തുടരുമ്പോൾ പലർക്കും പലതും നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. അതോടെ ബാധിക്കപ്പെട്ടവർ പരസ്യ പ്രതികരണങ്ങളിലേക്കോ പിൻവാതിൽ പണികൾക്കോ മുതിർന്നേക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ടീം പിണറായി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആരെന്തൊക്കെ കരുതലെടുത്താലും വരും ദിവസങ്ങളിൽ ചില പൊട്ടിത്തെറികൾ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇപ്പോൾ നമുക്കറിയാം ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയാണല്ലോ CPI. ആ CPIയിൽ നിന്ന് പോലും ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ. ആ പൊട്ടിത്തെറികൾ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ തന്നെ വിലയിരുത്തലെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് CPM-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്നാണ്. വെളിപ്പെടുത്തലുകൾ പലതാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത്. അതിപ്പോൾ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലാണെങ്കിലും ഹേമ കമ്മീഷൻ്റെ വെളിപ്പെടുത്തലാണെങ്കിലുമൊക്കെ സർക്കാരിനെ ഒന്ന് പിടിച്ചുകുലുക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമുക്കറിയാമല്ലോ, ഈ സൂപ്പർ സ്റ്റാറായി നമ്മളിപ്പോൾ കാണുന്ന, ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്ന ആളാണ്, ഇറ്റാലിയൻ നാവികരെയൊക്കെ നടുക്കടലിലെത്തി തൂക്കിയെടുത്ത ഒരാളായിരുന്നു ഇന്നത്തെ ഈ ADGP ആയിട്ടുള്ള അജിത് കുമാർ. ആ ADGPയുടെ രൂപഭാവങ്ങളൊക്കെ മാറിയതും അഴിമതിയുടെ ഒരു മുഖമുണ്ട് എന്ന് തെളിഞ്ഞതുമൊക്കെ ഇപ്പോൾ ഈ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെയാണ്. അങ്ങനെയാണ് രാഷ്ട്രീയ കേരളം കേട്ടതും സാമൂഹ്യ കേരളം അതിനെ വിലയിരുത്തിയത്. അതായത് ഇറ്റാലിയൻ നാവികരെയൊക്കെ നടുക്കടലിലെത്തി തൂക്കിയെടുത്ത അജിത് കുമാർ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പരിവേഷത്തോടു കൂടി മുന്നോട്ട് പോയപ്പോഴും അദ്ദേഹത്തെ ഇതുപോലത്തുള്ള ചതിക്കുഴികളിൽ എത്തിച്ചത് എന്തായിരുന്നു? വലിയ കൂട്ടുകെട്ടുകളായിരുന്നു. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ കമ്മീഷണറായിട്ട് വിലസി നടന്നൊരു കാലം ഈ MR അജിത് കുമാറിനുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ ദുഷിച്ച കൂട്ടുകെട്ടാണ് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നശിപ്പിച്ചത് എന്നാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. 2 വർഷത്തിനിടെ 2ാം വട്ടമാണ് അജിത് കുമാറിന് വഴിവിട്ട നടപടികളുടെ പേരിൽ തൻ്റെ തൊപ്പി തെറിച്ചു പോകുന്നത് എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴി പിൻവലിക്കാൻ ഇടനിലക്കാർ വഴി അതൊരു ശ്രമം നടത്തി, അല്ലെങ്കിൽ അങ്ങനൊരു ശ്രമം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്ന് വിജിലൻസിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്ന് അജിത്തിനെ മാറ്റി പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള ADGP-ആയി നിയമിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. പിന്നീട് നമുക്കറിയാവുന്നത് ബറ്റാലിയൻ ADGP-ആക്കി മാറ്റി. അവിടെ നിന്ന് 2022 ഒക്ടോബറിലാണ് സംസ്ഥാനത്ത് ആകെയുള്ള ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP-ആയിട്ട് നിയമിതനാണ്. സ്വപ്നയുടെ കൂട്ടാളിയായിട്ടുള്ള സരിത്തിനെ വിജിലൻസ് ആരോരുമറിയാതെ റാഞ്ചി കസ്റ്റഡിയിലാക്കുകയും മൊബൈൽ ഫോൺ സരിത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തതും അന്ന് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലം എന്ന് പറയപ്പെടുന്നത് സംഭവ ബഹുലമായിട്ടുള്ള കാലമാണ്. MR അജിത് കുമാറിൻ്റെ സർവീസ് കാലം എന്ന് പറയപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികരെ, ഇറ്റലിയുടെയൊക്കെ കടുത്ത സമ്മർദ്ദം പോലും വകവയ്ക്കാതെ അന്ന് നടുക്കടലിൽ നങ്കൂരമിട്ട ആ കപ്പലിലെത്തി തൂക്കിയെടുത്ത് ജയിലിലടച്ച ADGP-ആണ് MR അജിത് കുമാർ എന്ന് പറയപ്പെടുന്നത്. ഈ MR അജിത് കുമാർ ഒരു കാലത്ത് പോലീസിലെ സൂപ്പർ സ്റ്റാറായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ അന്ന് ശ്രമിച്ച ഇടനിലക്കാരനുമായി ചങ്ങാത്തമുണ്ടാക്കിയാണ് വിജിലൻസ് മേധാവിയായിരിക്കെ ഇദ്ദേഹത്തിന് പുലിവാര് പിടിക്കുന്നത്. ഇടനിലക്കാരനായിട്ടുള്ള ഷാക്കിറിനുമായി ദിവസം 30 തവണ വരെ അജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടതായി ഇൻ്റലിജൻസ് മേധാവിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് അജിത് കുമാറിൻ്റെ വിജിലൻസ് മേധാവിയുടെ കുപ്പായം ഊരിവെക്കേണ്ടി വന്നത്, അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിച്ചു പോയത്. അജിത്തിനെ ബലിയാടാക്കി രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, പോലീസാണെങ്കിലും പോലീസിലെ ഉന്നതരാണെങ്കിലും ഒക്കെ രക്ഷപ്പെടുകയാണ് എന്നും അതല്ല പോലീസ് ഉന്നതർ പോലും അറിയാതെ അജിത്ത് സ്വന്തം നിലയിൽ നടത്തിയ നീക്കങ്ങൾ പാളിയതാണ് നടപടിക്ക് ഇടയാക്കിയതെന്ന് 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇതിൽ നിന്ന് അജിത്ത് എന്ന് പറയപ്പെടുന്ന ആ ADGP ഒരു പാഠവും പഠിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങളടക്കം തെളിയിക്കുന്നതെന്നുള്ളത്. ഇദ്ദേഹം ഗതാഗത കമ്മീഷണറായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വിജിലൻസ് മേധാവിയായ അജിത് കുമാറിന് ആ സ്ഥാനത്ത് 2 മാസം തികയ്ക്കാനായില്ല. 2 വർഷം തികയും മുൻപെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിലും ഇപ്പോൾ കുലുക്കം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ ആരിലും സംശയമുണ്ടാക്കുന്നതായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
സ്വപ്നയുടെ കൂട്ടാളി സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പാലക്കാട്ടെ പോലീസ് നാടെങ്ങും പരക്കം പാഞ്ഞ് അന്വേഷിക്കുന്നതിനിടെയാണ് കൊണ്ടുപോയത് വിജിലൻസ് ആണെന്ന് ഷാജ് കിരൺ സ്ഥിരീകരിക്കുന്നത്. പോലീസിന് പോലും കിട്ടാത്ത ഈ വിവരം വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാറാണ് കൈമാറിയത് എന്ന് ഷാജ് കിരണിൻ്റെ അവകാശവാദം കൂടി ഉണ്ടായി. ഷാജ് കിരൺ അത് പറഞ്ഞ സമയത്തിനകം സരിത്തിനെ വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അത് രാഷ്ട്രീയ കേരളം കണ്ടതുമാണ്. സരിത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വിജിലൻസിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. അത് പിടിച്ചെടുത്ത് അതിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് സരിത്തിൻ്റെ ഫോണിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്താൻ അജിത്ത് ശ്രമിച്ചു എന്നതാണ് ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ സരിത്തിനെ ആരും അറിയാതെ റാഞ്ചിയതും വലിയ തുക വാങ്ങി മൊഴി പിൻവലിപ്പിക്കാൻ സ്വപ്നയെ നിർബന്ധിച്ച ഇടനിലക്കാരുമായി നിരന്തരമായിട്ടുള്ള ബന്ധം പുലർത്തിയതും ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ചേരാത്ത പ്രവർത്തനമാണ് എന്ന് DGP മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചതിന് പിന്നാലെയാണ് അജിത്തിൻ്റെ തൊപ്പി തെറിച്ചത്. ADGPയുടെ എക്സ്കേഡർ തസ്തിക 1 വർഷത്തേക്ക് സൃഷ്ടിച്ച് പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള ADGP ആയിട്ടായിരുന്നു ആദ്യ നിയമനം ലഭിക്കുന്നത്. UDFിൻ്റെ കാലത്ത്, അതായത് UDFിൻ്റെ കാലത്ത്, അവരുടെ ഭരണകാലത്ത് സുപ്രധാനമായ കസേരകളിലായിരുന്നു ഈ MR അജിത് കുമാർ വിലസിയിരുന്നത്. സോളാർ വിവാദ നായികയുടെ ആരോപണത്തിൽ അന്ന് പക്ഷേ ഇദ്ദേഹം കുരുങ്ങുകയും ചെയ്തു. ഇനിയുണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ഈ MR അജിത് കുമാറിനെ കുറിച്ച്. അന്തർദേശീയ തലത്തിലടക്കം വലിയ പ്രശംസ നേടാനാകുന്ന ഒരു വ്യക്തിയായി അജിത് കുമാർ മാറിയെന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ, അതായത് 2012 ഫെബ്രുവരി, നമുക്കറിയാമല്ലോ ആ 2012 ഫെബ്രുവരിയിലെ കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ തുറുങ്കിലടച്ചത് അജിത് കുമാറിന് വലിയ ലോകശ്രദ്ധയൊക്കെ നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം. ഇറ്റലിയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്കും രാജ്യങ്ങളുടെ പരമാധികാര അവകാശങ്ങൾ, ആ അവകാശങ്ങളൊക്കെ ഹനിക്കുന്ന തലത്തിലേക്കുമൊക്കെ മാറുമായിരുന്ന കേസിൽ അജിത്തിൻ്റെ ഇടപെടലുകൾ അന്തർദേശീയ തലത്തിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രതികളായിട്ടുള്ള നാവികരുമായി എൻട്രിക്ക അലക്സി എന്ന് പറയപ്പെടുന്ന കപ്പൽ, ആ കപ്പൽ ഈ കൊച്ചി തീരം വിടും മുൻപേ അതിനെ തടഞ്ഞിടാനും കപ്പലിൻ്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന മാസിമിലാരോ ലത്തോറ, സാൽവത്തോറ ജോറോൺ എന്നീ നാവികരെ കപ്പലിലെത്തി അജിത്തിന് കസ്റ്റഡി എടുക്കാനുമായി എന്നുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അജിത്തിനെ ഉയർത്തി എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച തോക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി ട്രൈബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരമായി ഇറ്റലി 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതോടെയാണ് സുപ്രീം കോടതി കേസ് അവസാനിപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനിയുമുണ്ട് കഥകൾ അങ്ങനെ പറയാൻ. കൊല്ലം SP ആയിരിക്കെ പിടികിട്ടാപ്പുള്ളികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് അന്ന് റെക്കോർഡിട്ടൊരു വ്യക്തി കൂടിയായിരുന്നു MR അജിത് കുമാർ. രാഷ്ട്രീയക്കാർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുത്തു. അന്ന് കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സിഗ്നൽ നൽകാതെ റോഡിൽ കുടുക്കിയ എന്ന് ആക്ഷേപിച്ച് അജിത്തിനെതിരെ ജില്ലാ കളക്ടർ DGPക്കും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും കേരളം ശ്രദ്ധയോടുകൂടി കേട്ടതാണ്. എന്നാൽ കളക്ടറാണ് കുറ്റക്കാരനെന്നായിരുന്നു SPയുടെ അന്നത്തെ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ കമ്മീഷണർ, തൃശൂർ റേഞ്ച് IG, ഉത്തരമേഖല IG എന്നീ പദവികളിലൊക്കെ അജിത് കുമാർ ഇരുന്നപ്പോഴൊക്കെ നേട്ടങ്ങളോടൊപ്പം തന്നെ കോട്ടങ്ങളും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയായി അജിത് കുമാർ എത്തിയതോടെയാണ് പോലീസിൻ്റെ സേന എന്ന് പറയപ്പെടുന്ന പോലീസ് സേനയ്ക്കകത്ത് ചേരിതിരിവ് ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോലീസ് മേധാവിയായിട്ട് ഷേഖ് ദർവേഷ് സാഹിബിനെ നോക്കുകുത്തിയാക്കി സ്വന്തമായിട്ട് അജിത്ത് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അജിത്തിനെതിരെ DGP പല വഴിക്ക് പരാതിയുമായി എത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്ന ലേബല് പലപ്പോഴും ഈ ADGP അജിത് കുമാറിനെ തുണച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, വയനാട് ഉരുൾപൊട്ടൽ ആ മേഖലയിലേക്ക് മറ്റു ഓഫീസർമാരെ വിട്ട DGPയുടെ നടപടി തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അവിടേക്ക് അയച്ചതാരെയാണെന്നറിയാമോ? അജിത് കുമാറിനെയാണ് അവിടത്തേക്ക് നിയോഗിക്കുന്നത് മുഖ്യമന്ത്രി. അപ്പോൾ എത്രമാത്രം അടുപ്പം മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്ത് പണിക്കും MR അജിത് കുമാർ തന്നെ വേണം എന്ന നിശ്ചയദാർഢ്യം മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.
പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം കാണാനെത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിയോ DGPയോ ആയിരുന്നില്ല. അന്ന് അജിത് കുമാറായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ ഒഴുക്കോടുകൂടി ഹിന്ദിയിൽ സംസാരിച്ച് വിശദീകരിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്? ചീഫ് സെക്രട്ടറിയോ DGPയോ സംസാരിക്കേണ്ടത് അടുത്ത ADGP എന്തുകൊണ്ട് സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു ന്യായീകരണം ഉണ്ടായത് ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കുമെന്നായിരുന്നു ഇതിനുള്ള ന്യായീകരണമായി എന്ന് പറഞ്ഞത്. എത്ര ഗതികേടാണ് നമ്മുടെ DGPയുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ ആണെങ്കിലും. ഇവർക്കാർക്കും ഹിന്ദി കൃത്യമായി പറയാൻ അറിയാത്തവരോ അല്ലെങ്കിൽ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയാത്തവരോ അല്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകൾ ഇതുമായി നൽകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇനിയുമുണ്ട് ഏലത്തൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിമിഷം. ഏലത്തൂർ ട്രെയിൻ തീവയ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ആ രഹസ്യം ചോർന്നു വന്ന പേരിൽ IGP വിജയൻ, ആ P വിജയനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ടായിരുന്നു എന്നുള്ളതാണ് ശക്തമായി നിലകൊണ്ടത്. ഇതിൽ പോലീസിനുള്ളിൽ പ്രതിഷേധമുയർന്നിട്ടും അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ നിന്നത് എന്നുള്ളത് ശ്രദ്ധേയമായില്ലേ? അജിത് കുമാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇൻ്റലിജൻസ് നോഡൽ ഓഫീസർമാരെ നിയമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിവാദമായി മാറിയില്ലേ ഈ പോലീസ് എന്ന് പറയപ്പെടുന്ന സേനയിൽ? അവസാനം എന്തു സംഭവിച്ചു? ഇപ്പോൾ അൻവർ കുഴിച്ച വാരിക്കുഴിയിൽ വീഴുന്ന ഒരു ഗതികേടിലേക്ക് ADGP MR അജിത് കുമാർ എത്തി എന്നുള്ളതാണ്. പക്ഷേ അവിടെയും സംരക്ഷണ കവചം തീർക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. കാരണം അൻവർ വരുത്തി വെച്ചത് അല്ലെങ്കിൽ അൻവർ തുറന്നുവിട്ട ഈ ഭൂതമെന്ന് പറയപ്പെടുന്നത് P ശശിയെയും MR അജിത് കുമാറിനെയും മാത്രമല്ല, അവരുടെ കരാളഹസ്തങ്ങളിലേക്ക് മാത്രമല്ല അവരെ കൊണ്ടുപോയത്, പക്ഷേ സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകളും വെളിപ്പെടുത്തലുകളുമായിരുന്നു അത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് അൻവറിനെ തൊട്ടടുത്ത ദിവസം അതായത് കഴിഞ്ഞ ദിവസം അൻവറിനെ വരച്ച വരയിൽ നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോഴും അൻവർ പറയുന്നത് തനിക്കൊപ്പം സർവശക്തനായ ദൈവം മാത്രമെന്ന് പറഞ്ഞ് നടന്നു പോകുന്ന അൻവറിനെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അടക്കം കണ്ടതുമാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇനി പ്രതീക്ഷ CPMന് നൽകിയ പരാതിയിലെന്നും ആ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുസരിക്കുമെന്നുമുള്ള സൂചനകൾ നൽകിക്കൊണ്ടു പോകുന്ന നിലമ്പൂരിൻ്റെ MLA ആയിട്ടുള്ള PV അൻവറിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അതിനു മുൻപത്തെ ദിവസം ഒരു പുലി പോലെ വന്ന് MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ വളരെ കൃത്യമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അൻവറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എലി പോലെ പോകുന്ന PV അൻവറിനെ കാണേണ്ടി വന്നു എന്നുള്ളതുമാണ് ഗതികേട്. എല്ലാം ആ അരമണിക്കൂറിലെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞവസാനിപ്പിച്ച് തൻ്റെ ദൗത്യം മതിയാക്കി മടങ്ങുന്ന അൻവറിനെ കാണേണ്ടി വന്നത് കേരളത്തിൻ്റെ കൂടി ഗതികേടാണ് എന്ന് പറയേണ്ടി വരും. നിയമ സംവിധാനങ്ങൾ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കണമോ അവയെല്ലാം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകേണ്ടവർ അതിൽ അഴിമതി കാട്ടി മുന്നോട്ട് പോകുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയപ്പെട്ട ഒരു MLA അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം താൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു പോയത് എന്ന് കേരളം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അതിനുത്തരം PV അൻവറെങ്കിലും നൽകിയേ പറ്റൂ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും പരാതിയെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയുമെന്നുമൊക്കെ അൻവർ സമ്മതിച്ച് മുന്നോട്ട് പോകുന്ന അൻവർ മുഖ്യമന്ത്രിയും പാർട്ടിയുമൊക്കെ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കട്ടെ, ഇനിയൊരു വിവാദങ്ങളിലേക്കില്ല, ഈ വിവാദങ്ങളിലും പ്രസ്താവനകളിലൂടെ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നു എന്നുള്ള സൂചനകൾ നൽകി പോകുന്ന അൻവർ കേരളത്തിന് ചില ചോദ്യങ്ങൾ സമ്മാനിച്ചാണ് മടങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറയുമ്പോൾ കേരളം സ്തബ്ധരായിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലും അദ്ദേഹം മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ അൻവറിനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിലാണ് അൻവർ മൗനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. വിവാദ ചോദ്യങ്ങളിൽ നിന്ന് അൻവർ അകലം പാലിക്കുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും കാര്യങ്ങൾ കൃത്യമായി എഴുതി നൽകിയുമെന്നൊക്കെ PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയുള്ള മടക്കമാണ് ഇത് എന്ന് അൻവർ പറയുന്നതായിട്ട് കേരളം ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ മനസ്സുകൊണ്ട് കലങ്ങിയ മനസ്സോടുകൂടി കടന്നു പോകുന്ന അൻവർ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളിക്ക് മനസ്സിലായി എന്നുള്ളതും ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇനി പറയട്ടെ, വളരെ ശ്രദ്ധാപൂർവം നടത്തിയ ചില ഇടപെടലുകൾ ആ കൂടിക്കാഴ്ചയിലുണ്ടായി. സത്യസന്ധമായ അന്വേഷണമാണ് പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോഴും അവിടെ തീരുകയാണ് അൻവർ എടുത്ത വാള് ഉറയിലേക്കിട്ട് മടങ്ങുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതാണ്. ഇനിയുമുണ്ട്. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചതുപോലെ തന്നെ ഇതേ പരാതി ഇന്നുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും നൽകിക്കഴിഞ്ഞു. അതായത് തൻ്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയുന്നതിന് മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്. താനൊരു സഖാവാണ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ചെയ്തത് എന്നുകൂടി പറയുകയാണ്. പാർട്ടിയുടെ പ്രധാന സഖാവ് കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടല്ലോ, ആ പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളുമെന്നുള്ള വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അൻവർ അത് പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അന്വേഷണ സംഘവുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് PV അൻവർ പറയുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ നടക്കില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ എന്നുള്ളൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയും പാർട്ടിയും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു അൻവറിൻ്റെ മറുപടി പോലും. പരാതി നൽകിയിട്ടേ ഉള്ളൂ, ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ നീക്കം പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്, പോലീസിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായി സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതൊക്കെയാണ് അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതിന് മുൻപത്തെ ദിവസം ആക്രോശിച്ചുകൊണ്ടെത്തിയ അൻവർ എലി പോലെ പോകുന്നത് കാണേണ്ടി വന്ന ഗതികേടിലാണ് കേരളം, ഒപ്പം മാധ്യമപ്രവർത്തകർ. ദൈവത്തെ സാക്ഷിയാക്കി പറയുന്നു, എൻ്റെ പിന്നിൽ മറ്റാരുമില്ല എന്നും സർവശക്തനായ ദൈവം മാത്രമാണ് എന്നും അൻവർ വ്യക്തമാക്കുകയാണ്. P ശശിക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വളരെ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി പോലും നൽകാതെ അൻവർ മടങ്ങി എന്നുള്ളതാണ്. അപ്പോഴും ദൈവത്തിനെ കൂട്ടുപിടിക്കുവാൻ അൻവർ മറന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിനു പിന്നിലും ദൈവം മാത്രമെന്ന അൻവറിൻ്റെ പ്രസ്താവനയിൽ എല്ലാമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തേണ്ടത്. പിണറായിക്ക് നൽകിയ പരാതി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും നൽകി ഇപ്പോൾ അൻവർ മടങ്ങുകയാണ്. ഇതിൽ ശശിക്കെതിരെയും പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. CPM ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അൻവറിൻ്റെ പ്രതീക്ഷ, ഒപ്പം കേരളത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ സഖാവെന്ന നിലയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് പറയുന്ന അൻവർ ദൈവത്തെ കൂട്ടുപിടിച്ചതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്നുകൂടി പറയട്ടെ. അതിനിടെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നും ADGPക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പ്രഹസനമാണ് എന്നും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ ആരോപണങ്ങൾ വരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണത്തിൽ വലിയൊരു അന്വേഷണം തന്നെ നടത്തണമെന്നും ആ അന്വേഷണം കൃത്യമായി നടപ്പിലാക്കണമെന്നും ഈ മുഖ്യമന്ത്രിക്കും ഓഫീസിനുമൊക്കെ സ്വർണ്ണത്തോട് എന്തിനാണ് ഇത്ര ഭ്രമമെന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരുന്ന
വി.ഡി. സതീശൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അത് ഉൾക്കൊള്ളുവാനോ അതിനൊരു മറുപടി പറയുവാനോ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. എസ് പിയുടെ ഫോൺ സംഭാഷണം ഞെട്ടിക്കുന്നതാണ് എന്ന് പറയുമ്പോഴും പോലീസ് ഇതുപോലെ നാണം കെട്ട കാലം വേറെ ഇല്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിക്ക് ഇവരോടൊക്കെ എസ് പി അടക്കമുള്ളവരോട് ഭയമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോഴും തിരിച്ചൊരു മറുപടി പറയുവാനുള്ള മാന്യത മര്യാദ മുഖ്യമന്ത്രി കാണിക്കേണ്ടതല്ലേ? തൃശ്ശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും BJPയെ സഹായിക്കാനാണെന്നും പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ വാചകത്തിന് അല്ലെങ്കിൽ ആ വാചക കസർത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടതല്ലേ? EMS മുതലുള്ള മുഖ്യമന്ത്രിമാരിൽ പിണറായിയെപ്പോലെ ഇത്രയും ഗതികെട്ട ഒരു കേരള മുഖ്യമന്ത്രി വേറെ ഇല്ല എന്ന് വി.ഡി. സതീശൻ പരിഹസിക്കുമ്പോൾ ആ പരിഹാസത്തിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ടതല്ലേ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീർണതയാണ് ഇതെന്ന് പറഞ്ഞു പരിഹസിക്കുന്ന വി.ഡി. സതീശന് ഒരു കൃത്യമായ മറുപടി നൽകേണ്ടതല്ലേ? BJPയുടെ കെ സുരേന്ദ്രൻ അടക്കം മുഖ്യമന്ത്രി ചെയ്യാൻ പോകുന്നതും മുഖ്യമന്ത്രി ചെയ്യുന്നതും തെറ്റാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ എന്താണ് ശരിയെന്ന് പറയുവാനുള്ള കൃത്യമായ അവകാശവും അധികാരവും മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം നീണ്ട പാർട്ടി ഭരണവും തുടർന്ന് തന്നെ 1 പതിറ്റാണ്ട് നീണ്ട അല്ലെങ്കിൽ നീണ്ടുകൊണ്ടിരിക്കുന്ന പാർലമെൻ്ററി ഭരണവും പിന്നിട്ട് മുന്നോട്ട് പോകുന്ന അജയനായ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച CPM ഒരു പുതുയുഗ മാറ്റത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. MR അജിത് കുമാറിനെയോ P ശശിയെയോ അഴിമതിയുടെ കൂടാരങ്ങളിൽപ്പെട്ടവരെയൊക്കെയോ സ്വന്തം കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ച് അവർക്ക് സംരക്ഷണ കവചമൊരുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ അഴിമതി ഭരണം തുളച്ചു നീക്കപ്പെടുന്ന തരത്തിലേക്ക് പോകേണ്ടതല്ലേ? അഴിമതി കാട്ടുന്നവർ, അത് നീതിമാന്മാരല്ലാത്തവർ, നിയമത്തിൻ്റെ പിൻബലമുള്ളവർ അവരാണെങ്കിൽ അവരെ കൃത്യമായും കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടതല്ലേ? നിയമപരിരക്ഷ കൊടുക്കേണ്ടവർ, ജനങ്ങൾക്ക് നീതിയും നിയമവും നടപ്പിലാക്കേണ്ടവർ അഴിമതിയുടെ കൂത്തരങ്ങിൽപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ MR അജിത് കുമാറിനെ പോലുള്ളവരെ സഹായിക്കരുത്, അവർക്ക് സംരക്ഷണ കവചമൊരുക്കരുത്. അതൊരിക്കലും ഈ സർക്കാരിനോ ഈ പാർട്ടിക്കോ ഭൂഷണമല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ വാർത്താവിചാരം ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ മറ്റൊരു വാർത്തയുമായി